സെന്റ് ആൽബർട്ട്സ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഓക്കെ. സാറ് ഒരുപാട് ബുദ്ധിമുട്ടി പഠിച്ചു. അതെ, അങ്ങനെയാണ്. ഞാൻ പോലീസുകാരൻ കള്ളനെ ഓടിച്ചിട്ടാൽ ആര് ജയിക്കുമെന്നൊരു ചോദ്യമുണ്ട്. പോലീസുകാരൻ കള്ളനെ ഓടിച്ചിട്ടാൽ ആര് ജയിക്കുമെന്നൊരു ചോദ്യമുണ്ട്. എന്റെ ഉത്തരം കള്ളൻ ജയിക്കുമെന്നാണ്. അങ്ങനെയാണ്. കാരണം വിനയ അല്ല, പോലീസുകാരൻ ഓടുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിക്കാൻ. കള്ളൻ ഓടുന്നത് ജീവന് വേണ്ടിയിട്ടാണ്. ജീവന് വേണ്ടിയിട്ട് ഓടുന്ന ഒരാൾക്ക് തോൽക്കാനായിട്ട് സാധ്യമല്ല. സോ അങ്ങനെ ഓടിയ ഒരാളാണ് ഞാനും എൻ്റെ അപ്പച്ചനും. എൻ്റെ അപ്പച്ചൻ്റെ 45 വയസ്സായപ്പോൾ ബിസിനസ് തകർന്നു പോയിട്ട്, എഴുത്തും വായന അറിയാത്ത മനുഷ്യൻ, സ്കില്ലുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. 45-ാം വയസ്സിലാണ് എൻ്റെ അപ്പച്ചൻ സൈക്കിൾ ചവിട്ട് പഠിക്കുന്നത് മീൻ കച്ചവടക്കാരനാകാൻ. ഈ കഥ അറിയുന്ന 10-ാമത്തെ വയസ്സിൽ അപ്പച്ചൻ്റെ കൂടെ മീൻ കച്ചവടത്തിന് പോയ ആളാണ് ഞാൻ. അപ്പച്ചൻ്റെ സഹായിയായി. അപ്പച്ചന് 2 കൊല്ലം ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ്റെ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷൻ വരുന്നത്. അപ്പം 3 മാസമാണ് പൂർണ്ണ വിശ്രമം. സോ അങ്ങനെ ഞാൻ പഠിക്കണമെന്നൊരാഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് കപ്പലണ്ടി കച്ചവടക്കാരനാവുകയാണ്. ഒരു ദിവസം മുഴുവൻ പണിയെടുത്താൽ എനിക്ക് കിട്ടുന്നത് 2 രൂപയായിരുന്നു. ഈ 2 രൂപ സ്വരുക്കൂട്ടി വെച്ചാണ് ഞാൻ 7 ക്ലാസ് തുടങ്ങി 10-ാം ക്ലാസ് വരെയുള്ള എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. മുണ്ടൻവേലി സെന്റ് ലൂയിസ് ഹൈസ്കൂളാണ്. ഇങ്ങനെയുള്ള കഥകളൊന്നും കാര്യമായിട്ട് അറിയില്ല. കാരണം ആരോടും പറയുന്നില്ല. പിന്നെ ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ആരോഗ്യം ഉണ്ടാവാതിരുന്നത് ഒരു ഗുണമാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു. ബാക്കി 3 സഹോദരങ്ങളെയും കൈത്തൊഴിൽ പഠിപ്പിക്കാനായിട്ട് ഇറക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ കൈത്തൊഴിൽ പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞതുകൊണ്ട് വെൽഡിങ്ങിന്, മരപ്പണിക്കൊക്കെ ആയിട്ട് 3 സഹോദരങ്ങളെയും ഇറക്കി. അപ്പോൾ ആരോഗ്യമില്ലാത്ത കാരണം എനിക്ക് പണിക്കിരുത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണ് ആദ്യമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കോളേജിലേക്ക് പഠിക്കാൻ ഇറങ്ങുന്ന ഒരാളാകുന്നത് ഞാൻ. വരുമാനം വേണം. അങ്ങനെയാണ് അടുത്ത 2 വീടുകളുടെ അവർ മുതലാളിമാരാണ്, മീൻ മുതലാളിമാരാണ്. അവരുടെ വസ്ത്രങ്ങൾ തേച്ചു കൊടുക്കുന്ന തേപ്പ് പണിക്കാരനാവുക. അപ്പോൾ ഒരു വസ്ത്രം തേച്ചാൽ 50 പൈസ എനിക്ക് ലഭിക്കും. അങ്ങനെ 50 പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പൂർത്തീകരിക്കുന്നത്. പ്രീ ഡിഗ്രി പൂർത്തീകരിക്കുന്ന അവസാന സമയത്ത് ഒരു ഇലക്ട്രിക് ഷോക്ക് വീട്ടിൽ വെച്ച് എനിക്ക് നേരിടുന്നു. ഞാൻ ഏതാണ്ട് മരണാസന്നനാകുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു. അപ്പോൾ വീണ്ടും എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ പഠിക്കാനായിട്ട് വീണ്ടും അടുത്ത പഠനത്തിനുള്ള തീരുമാനങ്ങളിലേക്ക് വരണു. ഞാൻ തന്നെ തീരുമാനിക്കുന്നു. പിന്നെ പണം വേണം. അപ്പം അപ്പച്ചൻ 60 വയസ്സായി. വീട്ടിൽ മീൻ കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുകയാണ്. തേപ്പ് പണിയെടുത്ത ഒരു 10 രൂപ എൻ്റെ കൈവശമുണ്ട്. ആ 10 രൂപ വെച്ചുകൊണ്ട് അപ്പച്ചനോട് ഞാൻ ചോദിക്കുന്നു, അപ്പച്ചൻ്റെ മീൻ സൈക്കിൾ വണ്ടി എനിക്കൊന്ന് വേണം, എനിക്ക് പഠിക്കണം. അങ്ങനെ ഞാൻ ഒരു പൂർണ്ണ മീൻ കച്ചവടക്കാരനാവുകയാണ്.